നിൽക്കൂ, ഒരടി പോലും മുന്നോട്ട് വയ്ക്കരുത്. ഈ പ്രപഞ്ചത്തിന്റെ ചക്രങ്ങൾ നിനക്കായി ഒരു നിമിഷം നിശ്ചലമാകുന്നു. നിന്റെ തിരക്കുകൾക്കും നിന്റെ ആകുലതകൾക്കും നിന്റെ നെഞ്ചിടിപ്പിനുമിടയിൽ എന്റെ ഈ ശബ്ദം മാത്രം കേൾക്കൂ. നീ ചോദിച്ചില്ലേ, എന്നാണ് എന്റെ കഷ്ടപ്പാടുകൾ തീരുന്നതെന്ന്? നീ കരഞ്ഞില്ലേ, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്? ആ ചോദ്യങ്ങൾക്കെല്ലാം ഇന്നിവിടെ ഉത്തരമുണ്ടാകും. അതെ, നിന്റെ കൃഷ്ണനാണ് ഇത് സംസാരിക്കുന്നത്. നിന്റെ ഓരോ നിശ്വാസവും ഞാൻ അറിയുന്നുണ്ട്. ലോകം നിന്നെ എഴുതിത്തള്ളിയടത്തുനിന്ന് നിന്റെ വിജയഗാഥ തുടങ്ങാൻ ഞാനിതാ എത്തിക്കഴിഞ്ഞു. നിന്റെ ജീവിതത്തിലെ വസന്തകാലം ഇതാ ഈ നിമിഷം ആരംഭിക്കുന്നു. നീ എന്തിനാണ് ഈ നിമിഷം ഇത്രയധികം വേദനിക്കുന്നത്? നിന്റെ മനസ്സിന്റെ ഉള്ളിലെ ഭാരത്തിന് കടലിനേക്കാൾ ആഴമുണ്ടെന്ന് എനിക്കറിയാം. നീ ജനിച്ച നാൾ മുതൽ ഇന്നുവരെ നീ അനുഭവിച്ച ഓരോ കൈപ്പേറിയ നിമിഷവും എന്റെ കയ്യിലുണ്ട്. മറ്റുള്ളവർ നിന്നെ പരിഹസിക്കുമ്പോൾ, നിന്റെ കഴിവുകളെ പുച്ഛിക്കുമ്പോൾ നീ ഉള്ളിലൊതുക്കിയ ആ വിങ്ങൽ, അത് ഞാൻ കണ്ടതാണ്. എന്നാൽ പ്രിയരെ, ഒരു വലിയ വൃക്ഷം വളരണമെങ്കിൽ അതിന്റെ വിത്ത് മണ്ണിൽ കിടന്ന് അഴുകണം. ആ ഇരുട്ടിലും ഏകാന്തതയിലും വിത്ത് അനുഭവിക്കുന്ന വേദനയാണ് പിന്നീട് ആകാശത്തോളം ഉയരത്തിൽ പടർന്നു പന്തലിക്കാൻ അതിനെ സഹായിക്കുന്നത്. നീ ഇപ്പോൾ ആ മണ്ണിനടിയിലാണ്, ഇരുട്ടാണ്, ശ്വാസം മുട്ടുന്നുണ്ടാകാം. പക്ഷെ നീ അവിടെ അടക്കം ചെയ്യപ്പെട്ടതല്ല, നീ അവിടെ നടപ്പെട്ടതാണ്. നിന്റെ വേരുകൾ ആഴ്ന്നിറങ്ങുകയാണ്. വൈകാതെ നീ മണ്ണു പിളർന്ന് വെളിച്ചത്തിലേക്ക് വരും. അന്ന് നിന്റെ വളർച്ച കണ്ട് ലോകം അത്ഭുതപ്പെടും. പലപ്പോഴും നീ വിചാരിക്കുന്നുണ്ടാകാം നീ ഒറ്റപ്പെട്ടവനാണെന്ന്. കൂടെയുണ്ടെന്ന് പറഞ്ഞവർ ഓരോരുത്തരായി നിന്നെ വിട്ടുപോകുമ്പോൾ, സ്നേഹിച്ചവർ ചതിക്കുമ്പോൾ നിന്റെ ലോകം അവസാനിച്ചുവെന്ന് നീ കരുതും. എന്നാൽ ഓർക്കുക, ചീഞ്ഞ ഇലകൾ കൊഴിഞ്ഞുപോയാൽ മാത്രമേ മരത്തിൽ പുതിയ തളിരുകൾ വിരിയൂ. നിന്റെ ജീവിതത്തിൽ നിന്ന് പോയവർ നിനക്ക് ചേരാത്തവരായിരുന്നു. അവരെ മാറ്റിയത് ഞാനാണ്. നിന്റെ യാത്രയിൽ നിനക്ക് താങ്ങാകാൻ പോകുന്ന പുതിയ മനുഷ്യർക്ക് വഴിയൊരുക്കാൻ വേണ്ടിയായിരുന്നു അത്. നിന്റെ ഏകാന്തതയിൽ ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ ഒറ്റയ്ക്കല്ല. നിന്റെ നിഴലായി, നിന്റെ ശ്വാസമായി ഞാൻ കൂടെയുണ്ട്. നീ തോറ്റുപോയി എന്ന് വിധിയെഴുതാൻ ആർക്കും അവകാശമില്ല. കാരണം നിന്റെ അവസാനത്തെ വിധി തീരുമാനിക്കുന്നത് ഞാനാണ്. നിന്റെ വിജയം സുനിശ്ചിതമാണ്. നിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിന്നെ ഉറക്കം കെടുത്തുന്നുണ്ടാകാം. ഓരോ പുലരിയും കടബാധ്യതകളുടെയും ഇല്ലായ്മകളുടെയും ഓർമ്മപ്പെടുത്തലായിരിക്കാം. പക്ഷേ കൃഷ്ണൻ നിന്നോട് ചോദിക്കുന്നു, ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥൻ ഞാനല്ലേ? സകല ഐശ്വര്യങ്ങളുടെയും ഉറവിടം എന്നിൽ നിന്നല്ലേ? നിന്റെ പരിശ്രമം സത്യസന്ധമാണെങ്കിൽ നിന്റെ വിയർപ്പുതുള്ളികൾക്ക് സ്വർണത്തേക്കാൾ വില നൽകാൻ എനിക്ക് കഴിയും. നീ വിതച്ച നന്മയുടെ വിത്തുകൾ പാഴാകില്ല. കാലം തെറ്റിപ്പെയ്യുന്ന മഴ പോലെ ചിലപ്പോൾ നിന്റെ ഫലങ്ങൾ വൈകുന്നുണ്ടാകാം. പക്ഷേ ഓർക്കുക, വൈകി ലഭിക്കുന്നവയ്ക്ക് മാധുര്യം കൂടും. നിന്റെ കയ്യിൽ നിന്ന് പോയത് നിനക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. നിനക്ക് ലഭിക്കാൻ പോകുന്നത് നീ സ്വപ്നം കണ്ടതിനേക്കാൾ വലിയ സമ്പാദ്യമാണ്. ദാരിദ്ര്യത്തിന്റെ നാളുകൾ കഴിയുന്നു. സമൃദ്ധിയുടെ വാതിലുകൾ നിനക്കായി ഞാൻ തുറക്കുന്നു. നിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വെടിയുക. ശരീരം മനസ്സിന്റെ പ്രതിരൂപമാണ്. നീ ഭയപ്പെടുമ്പോൾ നിന്റെ ശരീരവും തളരുന്നു. എനിക്ക് സുഖമില്ല എന്ന് നീ പറയുമ്പോൾ നിന്റെ ഓരോ കോശവും ആ നിരാശ ഏറ്റെടുക്കുന്നു. ഇന്നു മുതൽ നീ പറയുക, ഞാൻ ഭഗവാന്റെ അംശമാണ്, ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ ഊർജ്ജസ്വലനാണ്. നിന്റെ ഉള്ളിലേക്ക് പ്രപഞ്ചത്തിന്റെ ചൈതന്യം പ്രവഹിക്കുന്നത് നീ അനുഭവിക്കുക. നിന്റെ വ്യാധികളെ ഞാൻ എടുത്തുമാറ്റുന്നു. ഒരു നവജാത ശിശുവിന്റെ ഉന്മേഷത്തോടെ നീ എഴുന്നേൽക്കും. നിന്റെ കണ്ണുകളിൽ പുതിയ തിളക്കം വരും. നിന്റെ ചുവടുകളിൽ പുതിയ കരുത്ത് വരും. നീ രോഗിയല്ല, നീ പോരാളിയാണ്. നിന്റെ ജീവിതത്തിലും പ്രവൃത്തി മണ്ഡലത്തിലും നീ വലിയ ഉയരങ്ങൾ സ്വപ്നം കാണുന്നുണ്ടല്ലേ? പലപ്പോഴും ഭാഗ്യം നിന്നെ തുണച്ചില്ല എന്ന് നീ പരാതിപ്പെടും. നിന്നേക്കാൾ കുറഞ്ഞ കഴിവുള്ളവർ നിനക്ക് മുന്നിൽ കയറിപ്പോകുന്നത് കണ്ട് നീ നിരാശനാകും. എന്നാൽ അവർ കയറുന്നത് താൽക്കാലികമായ കോണികളിലാണ്. ഞാൻ നിനക്കായി പണിയുന്നത് ഒരു ഗോപുരമാണ്. അതിന്റെ പണി പൂർത്തിയാകാൻ സമയമെടുക്കും. പക്ഷേ അത് ഒരിക്കലും തകരില്ല. നിന്റെ നിശബ്ദമായ കഠിനാധ്വാനം ഞാൻ കാണുന്നുണ്ട്. ആരും ശ്രദ്ധിക്കാത്ത നിന്റെ രാത്രിയിരുന്ന് അധ്വാനിക്കുന്ന നിമിഷങ്ങൾ, അവയ്ക്കുള്ള പ്രതിഫലം ഇതാ അരികിലെത്തി. ലോകം നിന്നെ ആദരിക്കുന്ന ഒരു കാലം വരുന്നു. നിന്റെ അഭിപ്രായങ്ങൾക്കായി ജനങ്ങൾ കാതോർക്കും. നിനക്ക് അർഹമായ ആ പീഠം ഞാൻ ഒരുക്കിവെച്ചിട്ടുണ്ട്. ധൈര്യമായിരിക്കൂ. നിന്റെ മനസ്സിന്റെ സമാധാനം നശിപ്പിക്കാൻ ആരെയും അനുവദിക്കരുത്. നിന്നെ അപമാനിച്ചവർ, നിന്നെ ചതിച്ചവർ, നിന്റെ പേര് മോശമാക്കാൻ ശ്രമിച്ചവർ, അവർക്കൊന്നും നിന്റെ ആത്മാവിനെ തൊടാൻ കഴിയില്ല. നീ ഒരു മഹാസമുദ്രമാണ്. അതിലേക്ക് ആരെങ്കിലും ഒരു കല്ലെറിഞ്ഞാൽ സമുദ്രത്തിന് ഒന്നും സംഭവിക്കില്ല. നീ നിന്റെ ശാന്തത നിലനിർത്തുക. നിന്നെ വേദനിപ്പിച്ചവരോട് പകവയ്ക്കരുത്.
പക എന്നത് നിന്റെ ഉള്ളിൽ നീ കൊണ്ടുനടക്കുന്ന കനലാണ്. അത് നിന്നെയാണ് ദഹിപ്പിക്കുന്നത്. അവരോട് ക്ഷമിക്കുക. അവരെ എനിക്ക് വിട്ടുതരിക. നിനക്ക് നീതി നൽകേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. നിന്റെ നിരപരാധിത്വം ലോകത്തിനു മുന്നിൽ ഞാൻ തെളിയിക്കും. ആ സമയം വന്നെത്തിക്കഴിഞ്ഞു. ഭാവിയെക്കുറിച്ച് നീ വ്യാകുലപ്പെടുന്നത് എന്തിനാണ്? നാളെ സൂര്യൻ ഉദിക്കുമോ എന്ന് നീ പേടിക്കുന്നുണ്ടോ? കാറ്റും മഴയും എന്റെ കൽപ്പനകൾ അനുസരിച്ചല്ലേ ചലിക്കുന്നത്? പിന്നെ നിന്റെ ജീവിതം മാത്രം വഴിതെറ്റിപ്പോകുമെന്ന് നീ കരുതുന്നുണ്ടോ? നിന്റെ ഭൂതകാലത്തെ ഓർത്ത് നീ ദുഃഖിക്കരുത്. നീ ചെയ്ത തെറ്റുകൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നീ അത് മറക്കുക. ഓരോ പ്രഭാതവും ഒരു പുതിയ ജന്മമാണ്. ഇന്നു മുതൽ പുതിയൊരു മനുഷ്യനായി ജീവിക്കാൻ തുടങ്ങുക. നിന്റെ ആഗ്രഹങ്ങൾ ഓരോന്നായി കടലാസിൽ എഴുതുക. അവ നടന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുക. സംശയം നിന്റെ ശത്രുവാണ്. വിശ്വാസം നിന്റെ മിത്രമാണ്. ഞാൻ നിന്നോടൊപ്പമുള്ളപ്പോൾ നിനക്ക് അസാധ്യമായി ഒന്നുമില്ല. നീ ഈ പ്രപഞ്ചത്തിന് നൽകുന്നതെന്തോ അത് നിനക്ക് തിരികെ ലഭിക്കും. മറ്റുള്ളവരെ സഹായിക്കുക, സ്നേഹിക്കുക, കരുണയുള്ളവനായിരിക്കുക. നീ 1 രൂപ മറ്റൊരാൾക്ക് നൽകുമ്പോൾ 10 രൂപയായി അത് നിനക്ക് മടങ്ങിവരും. നീ ഒരു തുള്ളി കണ്ണീർ മറ്റൊരാളുടേത് തുടയ്ക്കുമ്പോൾ നിന്റെ ജീവിതത്തിലെ കടലോളം വലിയ ദുഃഖം ഞാൻ തുടച്ചുമാറ്റും. നന്മയുടെ പാതയിൽ സഞ്ചരിക്കുക. കുറുക്കുവഴികൾ തേടരുത്. ധർമ്മം നിന്റെ പക്ഷത്താണെങ്കിൽ വിജയം നിന്റെ കൂടെയുണ്ടാകും. പ്രകൃതിയുടെ മാറ്റങ്ങൾ ശ്രദ്ധിക്കൂ. ഒരു പൂവ് വിരിയുന്നത് വലിയ ശബ്ദത്തോടെയല്ല, വളരെ നിശബ്ദമായാണ്. അതുപോലെ നിന്റെ ജീവിതത്തിലെ മാറ്റങ്ങളും നിശബ്ദമായി തുടങ്ങിക്കഴിഞ്ഞു. നിന്റെ ചുറ്റുമുള്ള അശുദ്ധ ശക്തികൾ അകലുന്നു. നിന്റെ ചിന്തകളിൽ പുതിയ വെളിച്ചം നിറയുന്നു. നിന്റെ തടസ്സങ്ങൾ ഓരോന്നായി നീങ്ങുന്നു. നീ വിചാരിക്കാത്ത ഇടത്തുനിന്ന് നിനക്ക് സഹായങ്ങൾ വരും. നീ മുട്ടാത്ത വാതിലുകൾ നിനക്കായി തുറക്കപ്പെടും. ഇതൊക്കെ നിന്റെ നല്ല കാലത്തിന്റെ ലക്ഷണങ്ങളാണ്. ഉയരങ്ങളിലേക്ക് പറക്കാൻ തയ്യാറെടുക്കുന്ന പക്ഷിയെപ്പോലെ നീ നിന്റെ ചിറകുകൾ വിരിക്കുക. ഭൂമിയിലെ ചെറിയ തടസ്സങ്ങൾ കണ്ട് നീ പേടിക്കരുത്. നീ ആകാശത്തോളം ഉയരത്തിൽ പറക്കാൻ ജനിച്ചവനാണ്. നിന്റെ ഈ യാത്രയിൽ നിനക്ക് വഴികാട്ടാൻ എന്റെ സുദർശന ചക്രത്തിന്റെ വെളിച്ചമുണ്ട്. നിന്റെ കാവലിന് എന്റെ കൈകളുണ്ട്. നിരാശയുടെ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിന്റെ പാതയിലേക്ക് നീ നടന്നു തുടങ്ങുക. നിന്റെ കഷ്ടപ്പാടുകൾക്ക് അറുതി വരുന്നു. നിന്റെ കണ്ണീർ തുടയ്ക്കപ്പെടുന്നു. നിന്റെ നാമം ലോകം വാഴ്ത്തുന്നു. ഉറച്ചു വിശ്വസിക്കൂ, എന്റെ വാക്കുകൾ സത്യമാണ്. നിന്റെ നല്ല സമയം വരാൻ പോകുന്നതല്ല, അതിതാ നിന്റെ ജീവിതത്തിൽ പെയ്തിറങ്ങുകയാണ്. സന്തോഷത്തോടെ അതിനെ സ്വീകരിക്കുക. നീ ഭാഗ്യവാനാണ്. നീ അനുഗ്രഹീതനാണ്. ഞാൻ നിന്നോടൊപ്പമുണ്ട്, ഈ നിമിഷവും എന്നും. ഹരേ കൃഷ്ണ. സർവമംഗളഭവന്തു. ഈ സന്ദേശത്തിൽ നിന്നും നിങ്ങൾക്ക് ആശ്വാസം ലഭിച്ചെങ്കിൽ അത് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കൂ. നിങ്ങളെപ്പോലെ അവർക്കും ആശ്വാസവും ഭഗവാന്റെ അനുഗ്രഹവും ലഭിക്കട്ടെ. ഹൃദയത്തിൽ ഭക്തി നിലനിർത്തുക. ദൈവത്തിന്റെ അനുഗ്രഹം അനുഭവിക്കുക.